പേടിച്ച് തന്നെയാണ്. കാര്യം ഇന്ത്യ ഈസ് ദാറ്റ് മച്ച് സ്ട്രോങ് ടു ഗിവ് ദം ബാക്ക് എ മെസ്സേജ്. കാര്യം ഒരു കോൾഡ് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ കോൾഡ് വാർ ഡോക്ട്രിൻ ആണ് എനിക്ക് തോന്നുന്നു ആ സ്ട്രാറ്റജിയിലാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ആൻ ഒഫൻസീവ് വാർ ബട്ട് ഇൻ 72 hours ഇറ്റ് വിൽ ഫിനിഷ് ഓഫ്. അങ്ങനെ ഒരു ലെവലിലാണ് മിലിറ്ററി ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളിപ്പം നോക്കുവാണെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ദേ ആർ എക്കണോമിക്കലി ടോട്ടലി വീക്ക് and they have much of internal problems than India, and they can survive it. That is the thing. And military, what it is looking in like, നമുക്കിപ്പം military does not need to knock anymore. അതാണ് ഇപ്പം മിലിറ്ററിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. We don't want to knock anymore, and it is a final, it should be the final എന്നുള്ള ലെവലിലാണ് പോകുന്നത്. സോ നമ്മുടെ പ്രിപ്പയർനെസ്സും നമ്മുടെ എഫിഷ്യൻസിയും ഇന്നേ വരെയുള്ള അവരുടെ എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് ഇപ്പം ഭരിക്കുന്ന ഭരണാധികാരികളുടെ പേടി തന്നെയാണ് അവർ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ആർ വെരി കാംലി ആൻഡ് coldly we are taking, our leaders has not provoked anything back, or not retaliated back, not replied back, but will be replying by weapons only. So our means നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടെററിസം ഷുഡ് നോട്ട് എൻഡേഞ്ചർ ഓഫ് എനിമോർ. കാര്യം അതുകൊണ്ട് നമുക്ക് ഇനി ഒരു ഭീഷണി ഉണ്ടാവാത്ത രീതിയിൽ ഒരു സ്ട്രാറ്റജി തന്നെ തീർച്ചയായിട്ടും മിലിറ്ററി വിൽ ടേക്ക് ഓൺ. ആൻഡ് അവർ മിലിറ്ററി ഈസ് ഹാവിംഗ് എ ഗുഡ് സ്ട്രെങ്ത് ദാൻ വാട്ട് പാകിസ്ഥാൻ ഹാവ്. ഈവൻ ദ ന്യൂക്ലിയർ വെപ്പൺ they actually sir പറഞ്ഞതിന് കണക്ക് തന്നെ കേണൽ ആർജിനാർ സാർ പറഞ്ഞതിന് കണക്ക് വി റിയലി ഡൗട്ട് ദാറ്റ് ഈവൻ ദേ ഹാവ് ഇറ്റ് ഓർ ഇനി അതുണ്ടെങ്കിൽ തന്നെ അതെടുത്ത് ഉപയോഗിക്കാനോ പ്രയോഗിക്കാനോ ഒക്കെ പറ്റുന്ന. ആൻഡ് ഐ വിൽ നോട്ട് തിങ്ക് ദാറ്റ് നോ കൺട്രി ഈസ് ലുക്കിംഗ് ഇൻ ഓർ ദ ഗ്ലോബ് ഈസ് ലുക്കിംഗ് ഇൻ ഫോർ ഡൂയിങ് ഇറ്റ്. ആൻഡ് പിന്നെ അവരൊരു നോട്ടി എന്താ പറയുന്ന വല്ലാത്ത ഒരു കൺട്രിയാണ്. ബട്ട് സ്റ്റിൽ വിൽ ബി ഹാവിങ് എ എന്താ പറയുക പ്രിപ്പയർനെസ് ഫോർ ഡിഫെൻഡിങ് ദാറ്റ് തിങ് ഓൾസോ. So it will not be a big case for us. Actually, we are taking our preparedness and will be doing in a cold strategy manner where it will be very intensive and it can have a short time this on. Why? Because ipo thanne Pakistan the main Sindhu nadi idu kondu thanne they are down, and other calamities we are seeing or something. So I don't think that Pakistan will be strongly retaliating back. They will be able to do it. That is our feel, but exactly the army will be looking at the target before firing it up. So army will be having good control of the targets and other thing over the border, and we can sense many things. Ipo innathe air force inde idu vechittu even we need not to cross the border to then give them an attack or give them a എന്താ പറയുക ഒരു നമുക്ക് അവിടെ ടാർഗറ്റ്സിൽ ഹിറ്റ് ചെയ്യാൻ probably we can do it from our airspace itself. So we feel that it will be comfortably done, and military is capable for making that.